ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് എനിക്കറിയാവുന്ന ഭാഷ ഇതിനെ കടച്ചക്ക എന്ന് പറയും. അപ്പോൾ ഈ കടച്ചക്ക വെച്ച് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു തോരൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോവുക. ഇത് വെച്ച് നമുക്ക് പലതരം ഡിഷസ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വെച്ച് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്കിന്നൊക്കെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞ് പെട്ടെന്ന് അതങ്ങ് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ അതങ്ങ് കറുത്ത് പോകും. എന്നിട്ട് നമുക്ക് പതുക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ നമ്മൾ ഇതുപോലെ ഏകദേശം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി നമ്മളിവിടെ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കറയൊക്കെ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങിക്കോളും. അത് കഴിയുമ്പോൾ നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മി നല്ല വാഷ് തീർക്കുമ്പോൾ ഏതാണ്ട് നല്ല ഈ വെള്ള കളറിലോട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇടാണ്ടിരുന്നാൽ അത് പെട്ടെന്നങ്ങ് കറുത്ത് പോകും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് തോരന് വേണ്ട സാധനങ്ങളുണ്ടല്ലോ, തേങ്ങ, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ജീരകം കൂടി എടുക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒത്തിരി നമ്മളങ്ങ് പേസ്റ്റ് രൂപത്തിൽ എടുക്കണ്ട. കുറച്ച് നമ്മൾ തോരന് സാധാരണ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് അത് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചക്ക നമ്മളൊന്ന് തോരൻ വയ്ക്കാൻ പോവുക. ഇവിടെ അടുപ്പത്ത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒന്ന് കടുക് താളിക്കാനായിട്ട് ആദ്യം നമ്മൾ കടുക് താളിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി മാത്രം കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയൊരു ഐറ്റം കൂടി ഇവിടെ ചേർക്കുന്നത്, നമ്മുടെ അരിയില്ലേ, ഇത് കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ അരിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു കടുകട എന്നുള്ള ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇത്തിരി നല്ല രസമാണ്. അപ്പോൾ നമ്മളിത് കപ്പയൊക്കെ നമ്മൾ വേവിച്ചിട്ട് കടുക് താളിക്കുമ്പോഴും ഇതിങ്ങനെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരും. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഈ അരിയെല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ പീസാക്കിയ നമ്മുടെ ഈ ചക്ക ഇതൊക്കെ പീസാക്കിയിട്ടില്ല, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് വെള്ളവും കൂടി ഒന്ന് ഒഴിക്കണേ, കാരണം ഈ ചക്കയൊന്ന് വേകണമല്ലോ. നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വേകാൻ വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങയൊക്കെ അരപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് വേകാനിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുത്തു. ആവിയിലല്ല കേട്ടോ, വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ മുറിയുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ്, നമ്മൾ തോരനെടുത്ത് വെച്ചിട്ട് അരപ്പില്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ മറ്റ് തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കിയാൽ നല്ല ഹെൽത്തി ഫുഡാണ്. ഇത് തന്നെ നമുക്ക് പല രീതിയിലുണ്ടാക്കാം. ചക്ക പോലെ പുഴുങ്ങാം, പിന്നെ നമുക്ക് ബനാന ഫ്രൈ പോലെയും ഇത് നമുക്കുണ്ടാക്കാം. അത് വേറെ ദിവസം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും.
ഒരു 2 ഒരു 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരപ്പിട്ടതല്ലേ, അപ്പം ആ അരപ്പിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറി കിട്ടാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കടച്ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത് ഇവിടുത്തെ കൊച്ചിനാട്ടോ. അതിന് സ്കൂളിൽ പോകാണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അസുഖമായിട്ട്. അപ്പോൾ ഇതിൽ വേറെ നമ്മൾ എണ്ണയൊന്നും അധികമൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കാൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ ശകലം. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളത്തിലാണ് വേവിച്ചെടുത്തേ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. വെറുതെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കറി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. കാരണം കടച്ചക്കയൊക്കെ നല്ല ഗുണമുള്ള ഫുഡാണ്. ഓക്കെ, ഇവിടെ കടച്ചക്ക നമ്മളൊരു കുറച്ചെടുത്തൊന്ന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാവോ? എന്ത് സാധനം അത്? കടച്ചക്ക തോരൻ. എന്താ? കടച്ചക്ക തോരൻ. ഇഷ്ടമായോ? നല്ല ടേസ്റ്റാ.